മോന് സ്കൂളിൽ വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം ദോശ ഉണ്ടാക്കി. അപ്പോൾ വെറൈറ്റിക്ക് വേണ്ടിയിട്ട് മൈദ ദോശ ഉണ്ടാക്കി. സാധാരണ മൈദ ദോശ അങ്ങനെ ഉണ്ടാക്കാറില്ല. ഞാൻ മൈദ ദോശ ഉണ്ടാക്കുന്നുണ്ട്. പോകാൻ പറഞ്ഞ് ഇതൊന്നും പോരാ, ഒരു രസമില്ല, അത് കാണുമ്പോൾ തന്നെ ഒരു ലുക്ക് തോന്നുന്നില്ല, ടേസ്റ്റ് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി എന്നാൽ നീ ഉണ്ടാക്കിക്കോന്ന് പറഞ്ഞിട്ട് വേഗം ഓൻ്റെ കയ്യിലേക്ക് അങ്ങോട്ട് കൊടുത്ത്. അപ്പോൾ ആളുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ദോശയാണ് കേട്ടോ അത്. നല്ല ദോശയാണ്, നല്ല ഷേപ്പൊക്കെ ആയി വന്നിട്ടുണ്ട്. കണ്ടില്ലേ ഷേപ്പ്? അപ്പം ആദ്യത്തെ ദോശ വളരെ ഫ്ലോപ്പായി. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു നീ ഉണ്ടാക്കണ്ട, ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം പറഞ്ഞു. അപ്പോൾ അവനൊരു ഇൻസൾട്ട് ഫീൽ ചെയ്തുകൊണ്ടാണ് അറിയില്ല, അവൻ പറഞ്ഞു വേണ്ട ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം എന്നിട്ട് അടുത്തൊരു ദോശയ്ക്കുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. അടുത്ത ദോശ വരുമ്പോൾ കണ്ടില്ലേ ഏകദേശം സൂര്യനൊക്കെ വരച്ചിട്ടുണ്ട്. ഇതുപോലത്തെ ദോശ എനിക്ക് ഉണ്ടാക്കാൻ ഞാൻ ശരിയാവും പറഞ്ഞു ശരി, ഇതുപോലത്തെ ദോശ എനിക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പം അടുത്ത ദോശ സെറ്റാക്കി ഉണ്ടാക്കി കിട്ടും. എന്താണെങ്കിലും ഏകദേശം ഒരു റൗണ്ടൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് പ്രോത്സാഹിപ്പിച്ച്, എന്താണെങ്കിലും വേണ്ടി നമ്മൾ പണി കുറച്ച് കുറഞ്ഞു കിട്ടുമല്ലോ. നാളെ ഇനിയിപ്പോൾ ഇവരുണ്ടാക്കാൻ തുടങ്ങുകയാണെങ്കിൽ പിന്നെ നമുക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാമല്ലോ. നന്നായി നല്ല രീതിക്ക് പ്രോത്സാഹിപ്പിച്ച് അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇന്നത്തെ ദോശ ഓൻ്റെ വകയായിരുന്നു. മടക്കിയൊക്കെ ഇട്ടത് കണ്ടില്ലേ. ഞങ്ങൾ ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ രണ്ടും കൂടി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ചായയൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടി കൊണ്ട് കഴിച്ചു. അപ്പം നല്ല രസമുണ്ട്. മൈദ ദോശ ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല, അത്ര നല്ലതല്ലല്ലോ മൈദ. പക്ഷെ എന്നാലും ദോശ രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് വേണമെങ്കിൽ വൈകുന്നേരത്തെ ചായക്കൊക്കെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. മാവ് ആട്ടി വെക്കുക അങ്ങനത്തെ പരിപാടികളൊന്നും വേണ്ടല്ലോ. അപ്പം എന്തായാലും മീൻകറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ